ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 28 വെള്ളി. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളും, ലേഖനം റോമാ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 25 മുതൽ 36 വരെയുള്ള വാക്യങ്ങളുമാണ്. നോമ്പുകാലത്തെ വെള്ളിയാഴ്ചയാണ്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ 2-ാം പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ച് നിൽക്കുമ്പോൾ ഇനിയുള്ള വെള്ളിയാഴ്ചകൾ കുറച്ചുകൂടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ വെള്ളിയാഴ്ചകളാക്കി മാറ്റാൻ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. സാധിക്കുന്നവരൊക്കെ ഉപവാസം എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരല്പം അധികം നേരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ദൈവവിചാരത്തിനു വേണ്ടി മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഇനി വരുന്ന വെള്ളിയാഴ്ചകൾ അധിക ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. 3 കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷമാണ്. ഡിസ്കോഴ്സ് നടക്കുകയാണ്. ഇവർ തമ്മിലുള്ള സംസാരവും ഈശോയുള്ള സംസാരവും ഒക്കെ നടക്കുന്ന ഗൗരവമുള്ള, അല്പം ശ്രദ്ധയോടെ വായിക്കേണ്ട ഭാഗങ്ങളാണ്. അതായത് ആളുകൾ കൂടി നിന്ന് സംസാരിക്കുകയാണ്. ഇവൻ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ടല്ലോ, ഇവനെ എന്താ ആരും പിടിച്ചുകൊണ്ട് പോകാത്ത, ഇനി ഇവൻ മിശിഹ അല്ലേ, അതുകൊണ്ടാണ് പിടിക്കുക, മിശിഹ ആണോ? അവർക്ക് കൺഫ്യൂഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇതെന്താണ് സംഭവം? കാരണം നേരത്തെ അവനെ പിടിക്കാൻ വേണ്ടി ആൾക്കാർ മുതിർന്നു, ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, ഇപ്പം എന്താ പിടിക്കാത്ത, ഇനി മിശിഹ അല്ലെന്ന് അവൻ അറിഞ്ഞു. എന്നിട്ട് 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം, എന്നാൽ മിശിഹ വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ഇവർ പറയുന്നു, ഞങ്ങൾക്കിവൻ്റെ ഉറവിടം അറിയാം, പക്ഷെ മിശിഹ വരുമ്പോൾ അറിയത്തില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. കർത്താവ് അല്പം കളിയാക്കി പറയാനാണ് സാധ്യത. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആവർത്തിച്ചു വരുന്ന വാക്ക് അറിയാം, അറിയാം, അറിയില്ല, അറിയാം, അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം, എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അവിടുത്തെ അറിയാം. കണ്ടോ, ആകപ്പാടെ ഈ അറിയാം അറിഞ്ഞുകൂടാ, അറിയാം അറിഞ്ഞുകൂടാ കളിയാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈശോയെ കണ്ട് വിലയിരുത്തുന്നവർ ചിന്തിക്കുകയാണ്, ഞങ്ങൾക്കിവനെ അറിയാമല്ലോ, ഇവനെ മാത്രമല്ല ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്നും ഞങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം, അറിയാം. ഇപ്പം ഈശോ പറയുന്നു, അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ഇതാണ് ഇപ്പോഴും സംഭവിക്കുന്ന ഒരു അപകടം. നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ ചിന്തിക്കുന്ന 1-ാമത്തെ കാര്യം ഇതാണ്. നമ്മുടെ വിചാരം നമുക്ക് പലതും അറിയാം എന്നാണ്. അത് നമ്മുടെ വളർച്ചയെ തന്നെ തകർത്ത് കളയും, നമ്മുടെ ധാരണകളെ ഇല്ലാണ്ടാക്കി കളയും, മുന്നോട്ട് തുറവിയോടെ കാര്യങ്ങളെ സ്വീകരിക്കുന്നതിൽ നിന്ന് തടസ്സമാകും. ശരിക്കും നമ്മുടെയൊക്കെ മട്ടും ഭാവം അങ്ങനെയല്ലേ? ഞാൻ ഈ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ, ധ്യാനം കൂടിയിട്ടുള്ളവർക്കറിയാം, ഇങ്ങനെ കൂടുതലും ചോദ്യോത്തരങ്ങളായിരിക്കും. ചോദ്യങ്ങൾ ചോദിച്ച് അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകുകയാണ്, എൻ്റെ പൊന്നു കർത്താവേ, ഒന്നും അറിയാൻ മേലല്ലോ. അറിയാൻ പാടില്ല എന്ന തിരിച്ചറിവാണ് അറിവിൻ്റെ ആരംഭം. നമ്മുടെ പ്രശ്നം, നമുക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നിടത്ത് ഇനി ഒന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഈ ശ്രോതാക്കൾക്കും പറ്റിയ അപകടം അതാ. അവർ ഈശോയെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയാം. അറിയാമെന്ന് ചിന്തിച്ചതോടുകൂടി സത്യത്തെ അറിയാനുള്ള തുറവി നഷ്ടപ്പെട്ടു. അറിഞ്ഞുകൂടാ എന്ന് എളിമയോടെ ഏറ്റു പറയണം. പ്രിയമുള്ളവരെ, നമുക്കറിയാത്ത എന്തോരം കാര്യങ്ങളുണ്ട്. അത് കർത്താവ് തമ്പുരാനെക്കുറിച്ച്, മിശിഹ രഹസ്യങ്ങളെക്കുറിച്ച്, തിരുസഭയെക്കുറിച്ച്, സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ച്, തിരുവചനത്തെക്കുറിച്ച്, വചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്ന എളിമയോടെ ഭാവത്തോടെ നിൽക്കുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, അധികമായി ജ്ഞാനം കർത്താവ് നമുക്ക് പകർന്നു തരും. ആ അറിവില്ലായ്മ ഏറ്റുപറയാൻ മനസ്സുണ്ടാകണം, അവർക്ക് പറ്റാതെ പോയത്. 2-ാമത്തത് 30-ാമത്തെ വാക്യത്തെയും, അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല, അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ധ്യാനിപ്പിച്ചപ്പോൾ +364 നമ്മൾ പറഞ്ഞു, കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് ഇത് പറയുന്നുണ്ട്.
കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച പാസിൽ ഇത് പറയുന്നുണ്ട്. ഇതാ ഇപ്പോൾ പിന്നെയും പറയുന്നു, അവൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല. അതായത് ഈശോയെ പിടിക്കാൻ അവർ ശ്രമിച്ചു, അവർക്കതിന് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താ? അവൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം കർത്താവ് തീരുമാനിക്കും സമയം ഏതാണെന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈശോയെ ആരെങ്കിലും ബന്ധിച്ചുകൊണ്ട് പോവുക എന്നതിനേക്കാൾ ഉപരി കർത്താവ് അവൻ്റെ ജീവനെ വിട്ടുകൊടുക്കുകയായിരുന്നു, സമർപ്പിക്കുകയായിരുന്നു. ബന്ധിച്ചുകൊണ്ട് പോകുമായിരുന്നു ഈ നേരത്തൊക്കെ അവർക്ക് പറ്റിയേനല്ലോ. പക്ഷെ അവൻ്റെ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ അവനെ തന്നെ ശത്രുക്കൾക്ക് കൈയാളിക്കും. എന്തിന്? ലോകത്തിൻ്റെ പാപപരിഹാര ബലി അർപ്പിക്കാൻ ലൈക്ക് എ ഹീറോ, ഒരു നായകനെ പോലെ അവൻ്റെ ജീവൻ എടുത്ത് കൊടുക്കും, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈശോയുടെ ആ ഒരു നായക ഇമേജ് അത് നമുക്ക് കൂടുതൽ ഈ യോഹന്നാൻ സുവിശേഷത്തിൽ വെളിപ്പെട്ട് കിട്ടുകയാണ്. ഇനി ഒടുവിലെത്തത് 31 വാക്യം. അന്നും ഇന്നും ഉള്ള ഒരു അപകടം പിടിച്ച ട്രെൻഡാണ് 31 വാക്യം. ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അവർ ചോദിച്ചു, മിശിഹ വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? മിശിഹ വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? മിശിഹ തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുമ്പോൾ ഒരു സമൂഹം ചോദിക്കുക, അയ്യോ ഇവൻ ഇങ്ങനെയാ ചെയ്യുന്നതെങ്കിൽ മിശിഹ വരുമ്പോൾ എന്തോരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ നോട്ടം മുഴുവൻ പോയത് എങ്ങോട്ടായി? അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും. അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും നോക്കി നോക്കി കൺമുമ്പിൽ നിൽക്കുന്ന മിശിഹായെ തന്നെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ കാലത്തും കർത്താവ് അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ഇടപെടുന്നുണ്ട്. ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പാത്രങ്ങളാവുകയും അതിൻ്റെ മെച്ചം കിട്ടുകയും ചെയ്യുമ്പോഴും ഉറപ്പുവരുത്തണം, കണ്ണു പോകേണ്ടത്, ശ്രദ്ധ പോകേണ്ടത് മിശിഹായിലേക്കാണ്. അല്ലെങ്കിൽ ഇവർക്ക് പറ്റിയ അതേ അപകടമാണ്. മിശിഹ മുമ്പിൽ നിൽക്കുമ്പോൾ ചോദിക്കുകയാണ്, ഇനി മിശിഹ വരുമ്പോൾ ഇതിൽ കൂടുതൽ പ്രവർത്തിക്കായിരിക്കും അല്ലേ? എക്സൈറ്റ്മെൻറ്റ് മുഴുവൻ അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചുമായി പോവുകയാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. ഒന്നാമത്തത്, അറിയാമെന്ന ഭാവം നമ്മളെ നശിപ്പിച്ചു കളയും. എളിമയോടെ അറിഞ്ഞുകൂടപ്പ എന്ന ഭാവത്തോടെ നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. 2, മിശിഹായുടെ ജീവനെ ആരും പിടിച്ചെടുക്കുകയായിരുന്നില്ല, അവൻ സ്വമേധയാ സമർപ്പിക്കുകയായിരുന്നു. അതിൻ്റെ തെളിവാണ്, അവനെ പിടിക്കാൻ ആഗ്രഹിച്ചിട്ടും അവർക്ക് ഈ നേരത്ത് കഴിഞ്ഞില്ല. എന്താ കാര്യം? അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ലായിരുന്നു. 3, മിശിഹ തമ്പുരാൻ കൺമുമ്പിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോഴും മിശിഹായിലേക്ക് മിഴി തുറക്കാതെ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കുറിച്ച് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അപകടം നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, ഞങ്ങളുടെ അജ്ഞതകളെ എളിമയോടെ ഏറ്റുപറയാനും നീ പകർന്നു നൽകുന്ന ജ്ഞാനത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയം തുറക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.